നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അടുത്തിടെ യൂട്യൂബിൻ്റെ പുതിയ ധാരാളം അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അൽഗോരിതം വളരെ ഗൗരവമായിട്ട് ഓരോരോ തെറ്റുകളും കണ്ടുപിടിച്ചിട്ട് ഒരുപാട് പേർക്ക് പണിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ഈ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറന്നേക്കരുത്. തുടർന്ന് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ നമ്മൾക്ക് ഈ ചാനലിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ അടുത്തിടെ ധാരാളം പേര് പറയുന്നുണ്ട് വ്യൂസ് വളരെ കുറവാണ്, എന്തൊക്കെ നല്ല രീതിയിൽ കണ്ടൻറ്റ് ചെയ്തിട്ടും വ്യൂസ് കയറുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വ്യൂസൊക്കെ കൂടാനായിട്ട് വേറെ ഒരാളുടെ നല്ല രീതിയിൽ പോയ ഷോർട്സൊക്കെ എടുത്തിട്ട് അതിൽ കുറേ ഓഡിയോ ഒക്കെ മിക്സ് ചെയ്ത് അതൊക്കെ കാണിക്കുന്നതാണ് പതിവ്. അപ്പോൾ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ആദ്യം കുറേ ദിവസം അങ്ങനെ രക്ഷപ്പെട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ദിവസമായിരിക്കും ശരിക്കുമുള്ള പണി വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ് തന്നെ കഴിയുന്നത് നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ചെന്ന് പ്രശ്നത്തിൽ ചാടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ സ്വന്തമായിട്ടുള്ള വോയിസൊക്കെ കൊടുത്തിട്ട് കണ്ടൻറ്റ് ചെയ്യുകയാണെങ്കിലും അത് ഒരിക്കലും ഒരു പ്രശ്നം വരില്ല. പിന്നെ കുറേ കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വ്യൂസ് കൂടുകയും ചെയ്യും. പിന്നെ സാധാരണ ഒരുപാട് പേര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഹോട്ട് ന്യൂസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് നേരെ ആ ചാനലിൽ നിന്നോ ന്യൂസ് ചാനലിലായിരിക്കും വരുന്നത്. പിന്നെ ആ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് അങ്ങനെ അവരത് എടുത്തിട്ട് ചിലർ വന്നിട്ട് ഒന്നും മാറ്റാതെ നേരിട്ട് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. കുറേ ദിവസം ഇങ്ങനെ പോകും, പിന്നെ ഒരു ദിവസം ചാനൽ തന്നെ ഡിലീറ്റ് ആയിപ്പോകും. വേറെ ചിലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കണ്ടൻറ് എടുത്തിട്ടും അതിൽ ഈ യൂട്യൂബിൻ്റെ മ്യൂസിക് ലൈബ്രറിയിൽ പോയിട്ട് എന്തെങ്കിലും അതിലൊരു ഓഡിയോ ഒക്കെ ആഡ് ചെയ്ത് അതിങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും തുടക്കത്തിലൊക്കെ കുറച്ച് വ്യൂസൊക്കെ വരാമായിരിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ നിങ്ങൾക്ക് അറിയാമോ? മിക്കവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഈ വീഡിയോ നമ്മുടെ ഇങ്ങനെ അടിച്ചു മാറ്റുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അത് മറ്റുള്ള ക്രിയേറ്റേഴ്സിൻ്റെ കോപ്പിറൈറ്റ് മാച്ച് ടൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ, അത് അവർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ അടിച്ചു മാറ്റിയിട്ടുള്ള വീഡിയോസ് ആരാ ചെയ്തത്, ഏത് ചാനലുകാരാണെന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഏതാണ്ട് സെക്കൻഡ് നേരത്തേക്കായിരിക്കും ഒരു പക്ഷേ നമ്മളത് ആ വീഡിയോ അടിച്ചു മാറ്റുന്നത്. ഒരു പക്ഷേ ഒരു 2 സെക്കൻഡ് ആയിരിക്കാം, ഇല്ല 1 സെക്കൻഡ് ആണെങ്കിൽ പോലും അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾക്ക് സ്ട്രൈക്ക് വരും. അപ്പോൾ അങ്ങനെ ആദ്യം കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ കണ്ടില്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാലും അത് പ്രശ്നമാവും, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഷോർട്സ് ഒരിക്കലും മറ്റുള്ളവരുടെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നുള്ളൊരു പാഠം എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ഷോർട്സ് മറ്റുള്ളവരുടെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ വഴികളും അതിൻ്റെ ഓപ്ഷൻസ് യൂട്യൂബ് തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റീമിക്സും പല കാര്യങ്ങളും ഒരുപാട് രീതിയിൽ എങ്ങനെ അത് ചെയ്യാം, മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് കോളാബൊക്കെ ആണെങ്കിലും അതല്ല അറിയാതെ എടുത്ത് ചാടി ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഏത് കാര്യങ്ങളും യൂട്യൂബിൽ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ചെയ്യുകയാണെങ്കിലും വളരെ നല്ല പണിയായിരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. കാരണം ഇപ്പോൾ ധാരാളം പേര് പുതിയതായിട്ടും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരും ആദ്യം പുറത്തു നിന്നൊക്കെ കാണുമ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്, എന്തെങ്കിലും എടുക്കുക, അങ്ങനെ വീഡിയോ ഇടുക, കാണുക, പണം വരാൻ തുടങ്ങും എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. അതൊന്നും അല്ല. യൂട്യൂബ് പണം സമ്പാദിക്കാനായിട്ട് വളരെയധികം കഷ്ടമുള്ളൊരു, അത് എല്ലാ തൊഴിലും അങ്ങനെയല്ലേ അല്ലേ. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ എളുപ്പത്തിലൊന്നും അങ്ങനെ പണം സമ്പാദിക്കാനൊന്നും പറ്റില്ല. അത് അത്രയധികം കഷ്ടപ്പെടുകയും ആ ജോലിക്ക് പിറകെ നടക്കുകയൊക്കെ ചെയ്താലേ നമ്മൾക്ക് അതിൽ നിന്നും ഉള്ളൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് യൂട്യൂബും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വേറെ പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് നമ്മൾക്ക് കാണാം. ചിലർ ഫാമിലി മെമ്പേഴ്സൊക്കെ അടുത്തിടെ വീഡിയോസ് മിസ്സ് ചെയ്യുന്നുണ്ട്. മറക്കാതെ വീഡിയോസൊക്കെ കാണുക. കാരണം മുമ്പൊക്കെ ഞാൻ കൃത്യം രാവിലെ 9 മണിക്ക് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു ഈ ചാനൽ തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ. ഇപ്പം അത് വർക്കിംഗ് അവേഴ്സ് ആയതുകൊണ്ടാണ്. മുമ്പൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെയും സമയക്കുറവ് കാരണം
ഇടയ്ക്ക് ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സൊക്കെ മിക്കവാറും വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും ഒന്ന് ചാനലിൽ കയറി പുതിയ വീഡിയോ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് ഇതുപോലെയുള്ള വേറെ ഒരു നല്ല ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.